നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റി ആയിട്ടുള്ള ചാളക്കറി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഇതിനായി വൃത്തിയാക്കിയ ചാള 3/4 കിലോ എടുത്തിട്ടുണ്ട്. ഈ റെസിപ്പിയിൽ തേങ്ങ ചെറുതാക്കി ചൂടാക്കിയതാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മൈക്രോവേവ് ഓവനിലാണ് ചൂടാക്കിയത്. സാധാരണ ഉപയോഗിക്കുന്ന പാനിലും ഇതുപോലെ ചെയ്യാം. മൈക്രോവേവ് പാത്രത്തിൽ തേങ്ങ ഇട്ട് ആദ്യം 2 മിനിറ്റും പിന്നീട് 1 മിനിറ്റും ചൂടാക്കി എടുത്തതാണിത്. വീഡിയോ ലെങ്ത് കൂടാതിരിക്കാനാണ് ഓവനിൽ വയ്ക്കുന്ന വീഡിയോ ഇടാതിരുന്നത്. ഓവനിൽ വയ്ക്കുമ്പോഴും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നടുവിലെ ഭാഗം കരിഞ്ഞു പോകും. ഭക്ഷണ സാധനങ്ങളുടെ മണവും രുചിയും നിറവും നല്ല രീതിയിൽ നിലനിർത്താൻ ഓവനിൽ വെച്ചാൽ നല്ലതായിരിക്കും. ചൂടാറിയാൽ ഇത് അരച്ച് മാറ്റി വയ്ക്കാം. അടുത്തത് ഇനി ചെറിയ ചുവന്നുള്ളി 8 അല്ലി, 1 ഇഞ്ച് നീളത്തിൽ വൃത്തിയാക്കിയ ഇഞ്ചി എന്നിവ ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു മൈക്രോവേവ് പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാനുള്ളതാണ്. ചട്ടിയിലും ഇതുപോലെ ചെയ്യാവുന്നതാണ്. ഇനി ഓവനിൽ വെച്ച് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 8 അല്ലി കഴുകിയെടുത്ത കുടംപുളി, 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, പൊടിയുപ്പാണെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ ചേർക്കാം, 1 കപ്പ് വെള്ളം എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഓവനിൽ തന്നെ 2 മിനിറ്റ് വയ്ക്കുക. ചൂടാക്കി എടുക്കാനാണ്. ഇപ്പോൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗവിൽ ചട്ടി വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തിളച്ച് വരുമ്പോൾ അരപ്പ് ചേർക്കാം. തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇളക്കി കൊടുക്കുക, നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കത് തിളപ്പിക്കാൻ വയ്ക്കാം. തിളച്ച് വരട്ടെ. നന്നായി ഇളക്കി കൊടുക്കണം തേങ്ങ ചേർത്തത്. അതിനുശേഷം മാത്രമാണ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. സ്റ്റൗ ഒന്ന് തീ കൂട്ടി വയ്ക്കാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. മീൻ കഷ്ണങ്ങൾ സാവധാനത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് എല്ലാം കൂടെ ഇടരുത്, പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കണം. അതുപോലെ മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം കറി ഇളക്കുന്നതും പതുക്കെ മാത്രമേ കറി ഇളക്കാവൂ. ചട്ടിയുടെ ഉള്ളിലെ വശത്ത് കൂടെ പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളെല്ലാം പൊട്ടിപ്പോകും. കുറേശ്ശെ തിള വരുന്നുണ്ട്. തിളച്ചാൽ തീ ചെറുതാക്കി കൊടുക്കാം. ചാറ് കുറുകി വരുന്നുണ്ട്. ഇനി മൂടി വയ്ക്കാം. 8 മിനിറ്റ് സമയം സ്റ്റൗവിൽ ചെറിയ തീയിൽ മൂടി വയ്ക്കാം. തുറന്ന് നോക്കാം. പലരും മീൻകറി മുളകിട്ട് മാത്രം വയ്ക്കാറുണ്ട്. തേങ്ങ ചേർത്തും ചിലപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തും ഒക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഈ റെസിപ്പിയിൽ ചെയ്ത പ്രകാരം വെച്ചാൽ ഒരു പ്രത്യേക രുചിയുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്താൽ പിന്നീട് അത് മൂടി വയ്ക്കാം. ആവശ്യമെങ്കിൽ മാത്രം ചെറിയ ചുവന്നുള്ളി അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഒഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.